ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ്, മെയിൻ റോഡ്, വടക്കാഞ്ചേരി. ഫോൺ നമ്പർ 9744335592. വരവൂരിൽ വനം വകുപ്പിന്റെ ഭൂമിയിലുള്ള സ്വാഭാവിക വെള്ളച്ചാൽ സ്വകാര്യ വ്യക്തി കയ്യേറി അടച്ചുകെട്ടിയതിനെ തുടർന്ന് നിർധന കുടുംബത്തിന്റെ വീട് ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിൽ. വരവൂർ പഞ്ചായത്തിലെ 9-ാം വാർഡ് ഞെട്ടിക്കണ്ണിയിലാണ് സംഭവം. പ്രകൃതിദത്തമായ ജലമൊഴുക്ക് തടസ്സപ്പെട്ടതോടെ വെള്ളം താഴെ താമസിക്കുന്ന പ്രദേശവാസിയായ ബാലകൃഷ്ണന്റെ വീടിന്റെ അടിത്തറയിലൂടെ പുറത്തേക്ക് ഒഴുകുന്ന നിലയിലാണ്. ഭിന്നശേഷിക്കാരായ മക്കളെയും കൊണ്ട് ഏത് നിമിഷവും അപകടം സംഭവിക്കാം എന്ന ഭീതിയിലാണ് ഈ കുടുംബം ഇപ്പോൾ കഴിയുന്നത്. വനം വകുപ്പിന്റെ അതിർത്തിയിലുള്ള സ്വാഭാവിക വെള്ളച്ചാലാണ് സ്വകാര്യ വ്യക്തി സ്വന്തം പറമ്പിനോട് ചേർന്ന് കല്ലിട്ടും മണ്ണിട്ടും കെട്ടിയടച്ചത്. ഇതോടെ വഴിമാറി ഒഴുകിയ വെള്ളം നേരെ ബാലകൃഷ്ണന്റെ വീടിന്റെ അടിത്തറയിലേക്ക് ഒഴുകിയെത്തുകയായിരുന്നു. തുടർച്ചയായി വെള്ളം കയറി വീടിന്റെ തറയും അടിഭാഗവും കുതിർന്ന് നശിക്കുകയും ഭിത്തികളിൽ വലിയ രീതിയിൽ വിള്ളലുകൾ രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട്. വരവൂർ പഞ്ചായത്തിലെ 9-ാം വാർഡിൽ ഒരു ഞെട്ടുണ്ണി കോളനിയിൽ താമസിക്കുന്ന ഒരാളാണ്. 66 കൊല്ലം നമ്മൾ കയറി താമസിക്കുന്ന വേണ്ടിയിട്ട് ഇതുവരെ ഞങ്ങൾക്ക് യാതൊരു കുഴപ്പമുണ്ടാകുന്നില്ല. ഇപ്പോൾ ചിറ്റപ്പള്ളി പറഞ്ഞ സാധനം റബ്ബർ വെച്ചിട്ട് ആ ഫോറസ്റ്റ് കൂടെ 1.5 മീറ്റർ വീതിയുള്ള വെള്ളച്ചാൽ അവർ പറമ്പിലേക്കാക്കി അടച്ചു കെട്ടിയിട്ട് അവരത് ഇതിലേക്കാക്കി. പിന്നെ മലവെള്ളത്തിന് അവർ ഫ്ലാറ്റിൽ ചാടിച്ച് എൻ്റെ വീട്ടിൻ്റെ അകത്ത് കൂടെ വന്നിട്ട് വെള്ളം പൊട്ടി പെരത്തറ ഒക്കെ നശിച്ച് പോയി. പെരത്തറ കൂടെ അടിയിൽ കൂടെ വെള്ളം വരുന്നുണ്ട്, കിടക്കാൻ പറ്റാത്ത. പിന്നെ വികലാംഗ കുട്ടിയില്ല നമുക്ക്. നമ്മളിപ്പോൾ ഇയാളെ പിന്നെ കേസ് കൊടുക്കാൻ നടക്കുന്ന നമുക്ക് ഒക്കില്ല. കേസ് അതിൽ വക്കീലാണ്, പിന്നെ ഡോക്ടറാണ്. അവരുടെ കൂടെ നമ്മൾ പോയി കേസ് എടുക്കാൻ പറ്റില്ല. കുട്ടികൾക്ക് അരിപടിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ രാധാകൃഷ്ണൻ തന്നൊരു വീടാണ് 35,000-ൻ്റെ. അതിൽ ഞങ്ങൾ കയറി താമസിക്കണം. അതും ഇല്ലാതാക്കാനാണ് അപ്പോൾ നിൽക്കുന്നത്. ആ നിലക്കാണ് പോകുന്നത്. ഇനി ബന്ധപ്പെട്ട അധികാരികളെ കണ്ടിട്ട് അതിന് തീരുമാനം പറയും. കേസ് കൊടുത്താൽ ജയിക്കില്ല, അതെനിക്ക് വല്ല ഉറപ്പാണ്. അതിലേക്ക് പൈസ ഉണ്ട്. പൈസ ഉള്ളുമ്പോൾ ഓരോ ഓഫീസിലും ഇങ്ങനെ കാശ് കൊണ്ടുകൊടുക്കുക, എന്നിട്ട് ചെയ്യാം. അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇതിന് വേണ്ടപ്പെട്ട നടപടി എടുത്തില്ലെങ്കിൽ ഞങ്ങളിപ്പോൾ കഴിഞ്ഞ 5 മാസം മുമ്പ് ഒരാൾ ഇവിടെ മരിച്ചു. ഇതിനെ പറ്റി തന്നെ ഒരാൾ തൂങ്ങി മരിച്ചായി. ഇവരോട് കേസ് പിടിച്ചു. പുറമ്പോക്കിയാൽ പുറമ്പോക്ക് ആയിക്കോട്ടെ, അത് അയാളുടെ കുത്തുന്നില്ല. അയാളുടെ സ്ഥലം മാത്രമേ എടുത്താൽ മതി. അതിന് റീസർവ് ചെയ്യണം. കേന്ദ്രത്തിൻ്റെ അത് കൊണ്ടിട്ടൊന്ന് അളന്നാൽ ഒരുപാട് സ്ഥലം കിട്ടാണ്ട് 25 ഏക്കറോളം സ്ഥലം ഉണ്ടായിക്ക് ഇവിടെ എത്തിച്ച് ഫോറസ്റ്റ് കാട്ടിൽ നിന്ന് കുറേ മിച്ചഭൂമി ഉണ്ട് അയാളുടെ കയ്യിൽ. മിച്ചഭൂമി സാധാരണക്കാരൻ്റെ വെച്ചോ മിച്ചഭൂമി അയാളൊക്കെ 100-നും 500-നും കൊടുത്തിട്ട് ആ സാധനം അയാളുടെ കയ്യിലാക്കി വെക്കുക. അപ്പോൾ അയാൾ വക്കീലാണ്, ഒരാൾ ഡോക്ടറാണ്. അപ്പോൾ അവരോട് നമ്മൾ കൂട്ടിയാൽ പറ്റില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ പഴയ കാലത്ത് താഴ്ന്ന് മറ്റേ ജമ്മി നായിത്തം കൊണ്ട് കാട്ടിൽ കയറ്റിയേക്ക്. ഇപ്പോൾ കാട്ടിൽ വന്ന് നോക്കുമ്പോൾ ഇയാൾ അങ്ങ് നാട്ടിലും ഇറക്കി പറഞ്ഞേക്കുക. ഈ നിലക്ക് പോയാൽ നമ്മളങ്ങനെ ജീവിക്കണ്ടേ? അതിനുള്ള സംവിധാനം നിങ്ങൾ ചെയ്തു തരണം. ദുരന്ത സാധ്യത ചൂണ്ടിക്കാട്ടി വനം വകുപ്പിനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും റവന്യൂ അധികാരികൾക്കും ബാലകൃഷ്ണൻ പലതവണ പരാതി നൽകിയെങ്കിലും ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. സ്വാഭാവിക ജലമൊഴുക്ക് തടസ്സപ്പെടുന്നത് നിയമവിരുദ്ധമായിട്ടും അധികൃതർ കാണിക്കുന്ന മൗനം വലിയ അമർഷത്തിനും ഇടയാക്കിയിട്ടുണ്ട്. വലിയൊരു ദുരന്തം സംഭവിക്കുന്നതിന് മുമ്പ് വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ട് സ്വകാര്യ വ്യക്തിയുടെ അനധികൃത നിർമ്മാണം പൊളിച്ചുമാറ്റി വെള്ളമൊഴുക്ക് സുഗമമാക്കണമെന്നാണ് നാട്ടുകാരുടെയും ഈ കുടുംബത്തിന്റെയും ആവശ്യം. You are watching VCV News.